ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് ചെറുപയറും 2 നേന്ത്രപ്പഴം വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ചായക്കടിയാണ് ഉണ്ടാക്കാൻ പോണത്. 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം കഴുകി കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 വിസിൽ വിട്ടെടുക്കാം. പരിപ്പ് നമ്മൾ കുതിർത്തി വെച്ചിട്ട് ഒരിക്കലും വേവിക്കരുത് കേട്ടോ. ഇങ്ങനെ തന്നെ എടുത്ത അപ്പം തന്നെ വേവിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പരിപ്പ് നമുക്ക് കുഴഞ്ഞു പോവാൻ പാടില്ല. വെന്തുണ്ടാവണം, പക്ഷെ പരിപ്പ് അങ്ങനെ ഉണ്ടാവണം. ആ രീതിയിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. 4-5 വിസിൽ വിട്ടെടുക്കാം. ചെറുപയർ വേവുമ്പോഴേക്ക് നമുക്ക് പഴം വേവിച്ചെടുക്കാം. 2 നേന്ത്രപ്പഴം എടുത്തിട്ട് പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത പഴം എടുക്കണ്ട കേട്ടോ. കുറേശ്ശെ പഴുപ്പ് വന്ന പഴം നോക്കി എടുത്താൽ മതി. ഇത് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. ചെറുപയർ 4 വിസിൽ വിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 6 പോകുമ്പോഴേക്ക് നമുക്കൊരു സാധനം കൂടി റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കാം. കളറൊന്നും മാറണ്ട, ഇത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം. നാളികേരം ഡ്രൈ ആയി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. പഴം വെന്തോ നമുക്ക് നോക്കാം. പഴം വെന്തുണ്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുക്കറിൽ 6 പോയതും പയറെടുത്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് തണുത്ത് കിട്ടണം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, പരിപ്പ് വെന്തിട്ടുണ്ട്, പക്ഷെ വെന്തു ഉടഞ്ഞ് കുഴഞ്ഞു പോകരുത്. ഈ പഴം തണുക്കണ മുമ്പ് തന്നെ നമുക്ക് നല്ലോണം ഉടച്ചെടുക്കണം. ചൂടോടുകൂടി ചെയ്യുമ്പോഴേ നമുക്ക് നല്ലോണം ഉടഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. 1 ടീസ്പൂൺ ഫൈൻ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഒന്ന് നമുക്ക് ബൈൻഡായി കിട്ടാൻ പാകത്തിന് മാത്രം. 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ നെയ്യ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ചെറുപയർ തണുത്തുണ്ട്, അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അരഞ്ഞു പോവരുത്. അതുപോലെ ചതയ്ക്കുമ്പോൾ അടിയിലൊന്ന് ഇളക്കി കൊടുത്ത് ചതയ്ക്കണം കേട്ടോ. ചതച്ച ചെറുപയർ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ചിരകിയ നാളികേരം, കുറച്ച് കപ്പലണ്ടി പൊടിച്ചതാണ്, 5-6 കാഷ്യൂ ചെറുതായിട്ട് മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഇതെല്ലാം നമുക്ക് കൈ വെച്ച് അമർത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് നല്ലോണം അമർത്തി കുഴച്ച് കൊടുത്തു. ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. ചെറുപയറിലുള്ള ഈർപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. എത്ര വലിപ്പം വേണോ അതനുസരിച്ച് ബോൾസ് ആക്കാം. 3 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പഴം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തുനിന്ന് കുറച്ചെടുക്കാം. ഇത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. പഴം നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ പരത്തിയെടുത്തു. ഇനി പയറിൻ്റെ ഒരു ബോൾസ് എടുത്ത് വയ്ക്കാം. ഇത് നല്ലോണം ക്ലോസ് ചെയ്ത് കൊടുക്കുക, വിള്ളലൊന്നും ഇല്ലാണ്ട്. ക്ലോസ് ചെയ്തതിന് ശേഷം നല്ല കറക്റ്റ് ബോൾസാക്കി എടുക്കാം. അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. 3 ബോൾസും പഴത്തിൽ പൊതിഞ്ഞെടുത്തു. അത് കാരണം ഞാൻ പറഞ്ഞ് പഴം നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ 1 ടീസ്പൂൺ മാത്രമേ അരിപ്പൊടി ചേർക്കാൻ പാടുള്ളൂ. ഈ മിക്സിൽ പഴത്തിൻ്റെ ടേസ്റ്റേ വരാൻ പാടുള്ളൂ, അരിപ്പൊടിയുടെ ടേസ്റ്റ് വരാൻ പാടില്ല. എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. കുറച്ച് ഓയിലൊക്കെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ഭാഗമായിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിട്ട ബോൾസൊക്കെ റെഡിയായി, എണ്ണയിൽ നിന്ന് മാറ്റാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റണ ഒരു അപ്പം കൂടിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.